പി ആറിന് ഞാൻ 15 ലക്ഷം 16 ലക്ഷം ഒക്കെ വാരി കൊടുത്തു എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. അതിപ്പം 24 മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും. അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ, അതായത് ഇതിന്റെ ഓഡിയൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അത്രമേൽ മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ കാണുന്നത്. ഇനിയിപ്പോ ഒരു സൈഡിൽ കൂടെ ഇനിയിപ്പോ എന്ത് പറഞ്ഞ അനുമോള് പറയുന്നത് ബിഗ് ബോസിൽ പൊരുതി നേടിയെന്നാണ്. ഒരു ക്യാപ്റ്റൻസി പോലും ഇല്ല, ഗെയിമിൽ പോലും വിന്നറല്ല. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയം തൊട്ടേ കരഞ്ഞിരിക്കുകയായിരുന്നു അനുമോളുടെ മെയിൻ പരിപാടി. PR വർക്ക് നല്ല രീതിക്ക് പുറത്തു നിന്ന് PR വർക്ക് നല്ല രീതിക്ക് ചെയ്തു. അനുമോക്ക് വോട്ട് കിട്ടി. അനുമോള് ബിഗ് ബോസിൽ വിന്നറായി. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ ഒരു ഗെയിമർ എന്ന് പറയുന്ന രീതിയിൽ നല്ല രീതിക്ക് കളിച്ചു പോയ ഒരു വ്യക്തിയാണ് അനീഷ്. അതേപോലെ തന്നെയാണ് ഷാനവാസ്. ഇവരൊക്കെ നല്ല ഒരു ഗെയിം പ്ലേ തന്നെയായിരുന്നു, പക്ക ഗെയിം പ്ലേ തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വരാനുള്ള 2 പേരെന്ന് പറയുന്നത് ഒന്ന് അനീഷും ഒന്ന് ഷാനവാസുമായിരുന്നു. അതിൽ അനീഷിന് ആണ് ശരിക്കും കിട്ടാനുള്ളത്. പക്ഷെ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞ് അവിടെ ബിഗ് ബോസ് ഇരുന്ന് ശരിക്കും പറഞ്ഞ അനുമോൾ എന്താണ് ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. പുറത്ത് PR വർക്ക്, അനുമോളുടെ PR വർക്ക് നല്ല രീതിക്ക് നടന്നു, കാര്യങ്ങൾ നല്ല രീതിക്ക് ചെയ്തു, വോട്ട് കിട്ടി, വോട്ട് കിടന്ന് കെഞ്ചി അനുമോക്ക് വോട്ട് കിട്ടാനായിട്ട് കുറേ പേര് കുറേ സ്ഥലത്ത് കെഞ്ചി. ആ കഥകളൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. പക്ഷെ ശരിക്കും അത് ബിഗ് ബോസിൽ ശരിക്കും വിന്നറാവാനുള്ള അനീഷാണ്. പക്ഷെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അനീഷ് തന്നെയാണ് വിന്നർ. അനുമോക്ക് ആ ഒരു കപ്പ് കിട്ടിയെന്നേ ഉള്ളൂ. ആ ഒരു കപ്പ് കൊണ്ട് വീട്ടിലങ്ങ് വെക്കാം, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് കാശും. പക്ഷേ ശരിക്കുള്ള ഒരു വിന്നർ എന്ന് പറയുന്ന അനീഷാണ്. അനീഷിനെ തേടി ശരിക്കും പറഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു എന്ത് പറയും ഞാൻ അതിനെ, ഒരു പ്രൗഡ് മൂമെന്റ് ആണ് ഇനി അങ്ങോട്ട്. ശരിക്കും പറഞ്ഞാൽ അനീഷിനെ തേടി ഇനി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും വരാൻ കിടക്കുന്നതേ ഉള്ളൂ.